ചന്തു ബാബുലാൽ ചൗഹാൻ എന്ന ഇന്ത്യൻ സൈനികൻ പാക് സൈന്യത്തിന്റെ പിടിയിലായതായി പാക് പത്രമായ ഡോണിന്റെ വെബ്സൈറ്റ് വാർത്ത നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് 37 രാഷ്ട്രീയ റൈഫിൾസിലെ ഒരു സൈനികൻ നിയന്ത്രണരേഖയ്ക്കപ്പുറത്ത് കുടുങ്ങിയതായി ഇന്ത്യൻ കരസേന സ്ഥിരീകരിച്ചത്. ഇക്കാര്യം പാക് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിനെ അറിയിച്ചതായും സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി. നിയന്ത്രണരേഖയ്ക്കപ്പുറത്ത് കുടുങ്ങിയ സൈനികൻ പാകിസ്ഥാന്റെ പിടിയിലായിട്ടുണ്ടോ എന്നത് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും പിടിയിലായിട്ടുണ്ടെങ്കിൽ വിട്ടുകിട്ടുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങൾ ഇന്ത്യ തുടങ്ങിയിട്ടുണ്ട്. പാക് ആക്രമണത്തിൽ 14 ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടതായും ഡോൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇക്കാര്യം ഇന്ത്യ നിഷേധിച്ചു. അതേസമയം ഇന്ത്യൻ സൈന്യം നിയന്ത്രണരേഖ മറികടന്ന പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും യോഗം വിളിച്ചു. ഒക്ടോബർ 5-നാണ് സംയുക്ത സമ്മേളനം ചേരുക. ഇന്ത്യയുടെ ഹൈക്കമ്മീഷണർ ഗൗതം ബംബേവാലയെ പാകിസ്ഥാൻ വിളിച്ചുവരുത്തി പ്രതിഷേധമറിയിച്ചു. ഇന്ത്യൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാക് തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടി ചെയർമാൻ ഇമ്രാൻഖാന്റെ നേതൃത്വത്തിൽ റായ്വിൻഡിൽ മാർച്ച് സംഘടിപ്പിക്കും. മാർച്ചിൽ ഇന്ത്യക്കെതിരെ കനത്ത വിമർശനമുണ്ടാകാനാണ് സാധ്യത. അതിനിടെ സാർക്ക് ഉച്ചകോടിയുടെ കാര്യത്തിലും അനിശ്ചിതത്വം തുടരുകയാണ്. ഉച്ചകോടി മാറ്റിവെക്കേണ്ടിവരുമെന്ന സൂചന പാകിസ്ഥാൻ നൽകുന്നുണ്ടെങ്കിലും കൃത്യസമയത്ത് നടത്തണമെന്ന് നിലവിൽ അധ്യക്ഷ പദവിയിലുള്ള നേപ്പാൾ അംഗരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. ഉച്ചകോടിയുടെ മേൽ വിവാദങ്ങളുടെ കരിനിഴൽ വീഴ്ത്തുന്നത് ശരിയല്ല എന്നും നേപ്പാൾ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.